ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതിസ്ഥാനത്ത്. യെസ്, അതാണ് അത്. അപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് കൂടെ അന്വേഷണം നീങ്ങുകയാണ്. ഇനി ദേവസ്വം ബോർഡിന് പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റില്ല. 2019 ഭരണസമിതി അംഗങ്ങളെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഭരണസമിതി അംഗങ്ങൾക്കെതിരെ കേസെടുത്തത് കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുത്തതിലാണ്. ഇപ്പോൾ 2019 ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. യെസ്, എന്തായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടിയാണ് പ്രതികളാകുന്നത് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് കൂടി അതിലേക്ക് വരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് കൂടിയാണ്. എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? എന്താണ് ഇവർക്കെതിരെയുള്ള ആരോപണം? ഒപ്പം ആരുടെ പരാതിയിലാണ് സിജോ ഈ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്? ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന പരാതിയിൽ തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 2 പരാതികളായിരുന്നു ദേവസ്വം ബോർഡ് നൽകിയിരുന്നത്. ഒന്ന്, ദ്വാരപാളിക ശില്പത്തിലെ സ്വർണം തട്ടിയെടുത്ത് കൊണ്ടുപോയത് ഉരുക്കി തട്ടിപ്പ് നടത്തിയെന്ന പരാതി. രണ്ടാമതായിരുന്നത് ഈ കട്ടിളപ്പാളിയിലെ നൽകിയിരിക്കുന്ന പരാതിയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് കൂടി പ്രതികളായിരിക്കുന്നത്. രണ്ടാമത്തെ എഫ്ഐആറിലാണ് പ്രതികളുള്ളത്. 8ാം സ്ഥാനത്താണ് ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഓഫ് ദ ഇയർ 2019 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഉദ്യോഗസ്ഥരുടെ പേര് എടുത്ത് പറയുന്നില്ല. ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രതികളാകുക എന്നുള്ളത് എടുത്ത് പറയുന്നില്ല. പക്ഷേ ബോർഡ് അംഗങ്ങൾ കൂടി പ്രതികളാകുന്നു എന്ന് പറയും. അപ്പൊ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഇനി ഏതൊക്കെ ആളുകളാണ്, ഏതൊക്കെ വ്യക്തികളാണ്, ഏതൊക്കെ ബോർഡ് മെമ്പേഴ്സ് ആണ് ഇതിൽ പ്രതികളാകുക എന്നുള്ളത് പറയാൻ പറ്റുക. എന്തായാലും ഏറ്റവും സുപ്രധാനമായ വിവരം, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് പത്മകുമാർ ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തെ ആളുകളെയാണ് ഇപ്പോൾ പ്രതിപ്പട്ടിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയും ദിവസം ഈ കാര്യങ്ങളിൽ ജീവനക്കാരുടെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു എന്ന് പറഞ്ഞു വെച്ചിരുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ബോർഡ് അംഗങ്ങളിലേക്കും നീങ്ങുകയും ചെയ്യുന്നത്. ഇനി അറിയേണ്ടത് ബോർഡ് അംഗങ്ങളിൽ നിന്ന് ബോർഡ് പ്രസിഡന്റ്, അതിന് മുകളിലോട്ട് ആരൊക്കെ ഇതിന്റെ ഭാഗമാവും പ്രതിപ്പട്ടിയിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എഫ്ഐആർ രജിസ്റ്റർ നടപടികളിലേക്ക്, പ്രതികളാക്കുന്ന നടപടികളിലേക്ക് പോകില്ല. ഇവർക്ക് കൃത്യമായ പങ്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ഈ നിയമവിരുദ്ധമായി ഈ രേഖകൾ തയ്യാറാക്കി ഈ സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ടി ലാഭം ഉണ്ടാക്കുന്ന വേണ്ടി പ്രവർത്തിക്കുക, അതോടൊപ്പം തന്നെ ബോർഡിന് ഇത് ഭാഗമായി നഷ്ടമുണ്ടാക്കുക, അത് ആ വകുപ്പുകൾ പ്രകാരമാണ്, അത്തരം കാര്യങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി ഇതിൽ പ്രതിപ്പട്ടിയിലേക്ക് വരുന്നു. CPM നേതാവായിട്ടുള്ള പത്മകുമാർ ബോർഡ് പ്രസിഡന്റായിരുന്ന 2019 കാലഘട്ടത്തിലെ വ്യക്തികളാണ് ഇനി പ്രതിപ്പട്ടികയിലേക്ക് വരിക. ഇനി തുടർ നടപടികളുടെ ഭാഗമായി, അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ആരൊക്കെയാണ് ഇതിൽ അംഗങ്ങളാകുക. സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും CPM പറഞ്ഞിരുന്നത് പാർട്ടിക്ക് ബന്ധമില്ല, സർക്കാരിന് ബന്ധമില്ല എന്നതായിരുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡിന് നേരിട്ടുള്ള കണക്ഷൻ ദേവസ്വം ബോർഡ് തന്നെ നൽകിയ പരാതിയിൽ ഇപ്പോൾ കേസെടുക്കുമ്പോൾ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്നുള്ളത് രാഷ്ട്രീയ നിയമനമാണ്. പ്രത്യേകിച്ചും പത്മകുമാർ CPM നേതാവും കൂടിയാണ്. അപ്പോൾ CPM-നും സർക്കാരിനും നേരിട്ട കണക്ഷൻ വരുന്ന ഒരു വലിയ ഡെവലപ്മെന്റ്, ഇതിനകത്ത് ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാകുന്നു. അതിന് CPM എങ്ങനെയായിരിക്കും എടുക്കുക? കണക്ക് പറയേണ്ടി വരില്ലേ? വിശദീകരണം നൽകേണ്ടി വരില്ലേ? തീർച്ചയായും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാരിനെയും അതോടൊപ്പം തന്നെ CPM-നെയും ഒരേപോലെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ നിർത്തുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടം മുതൽ സർക്കാരും CPM-ഉം ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, ഇത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ അവരും ഈ പറയുന്ന തട്ടിപ്പുകാരായ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇത് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ പങ്കില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ എഫ്ഐആറിൽ വളരെ കൃത്യമായി ഇതിലൂടെ വ്യക്തമാകുന്നു, ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി ഇതിൽ പ്രതിപ്പട്ടിയിലേക്ക് വരികയാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പങ്കുകൂടി വ്യക്തമാകുകയാണ് ഈ അന്വേഷണത്തോടെ വരിക. എന്തായാലും തീർച്ചയായും ഇത്രയും നാൾ CPM പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രതിരോധം, ആ പ്രതിരോധം ഇല്ലാതാകുന്ന, അത് സർക്കാരിനും ഇതിൽ നിന്ന് ഇനി മാറി നിൽക്കാൻ കഴിയില്ല. ജീവനക്കാരെ മാത്രം പറഞ്ഞുകൊണ്ട് അവർ അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ള എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഭരണസമിതി അംഗങ്ങൾക്കെതിരെ 2019 അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ കൂടിയാണ് നടപടിയെടുക്കുന്നത്. അവരെ പ്രതിസ്ഥാനത്ത് നിർത്തി എന്ന് പറയുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു എഫ്ഐആർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക.